പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ആരെങ്കിലും ആണോ നിങ്ങൾക്ക്? നിങ്ങളുടെ മാതാവാണോ, പിതാവാണോ, പഞ്ചായത്ത് പ്രസിഡന്റാണോ, പഠിപ്പിച്ച ടീച്ചറാണോ? ആരാ നിങ്ങൾക്ക്? ഇവിടുത്തെ ഇതിന്റെ അധികാരികളാണോ? അല്ല. പ്രപഞ്ചനാഥൻ പറയുന്നു, ഞാനല്ലേ നിങ്ങൾക്ക് രണ്ട് കണ്ണുകളെ തന്നത്. പല സുഹൃത്തുക്കളുണ്ട്. ഞാനല്ലേ നിങ്ങൾക്ക് ഐലൈനി വലിസാനൻ വശപ്പത്തൈനി കേട്ടിട്ടുണ്ടാവും. ഞാനല്ലേ നിങ്ങൾക്ക് കണ്ണുകളെ തന്നത്. അതുപോലെ കേൾവി ശക്തി, ഇത്രയും ഒരു സോഫ്റ്റ്വെയർ അവിടെ ആരുണ്ടാക്കി? അത് സയൻസാണ്. ആരുണ്ടാക്കി? ചിന്തിച്ചു നോക്കൂ. അടുത്ത കാലത്ത് എനിക്ക് അമേരിക്കയിൽ പോലുള്ള അള്ളാഹുവിനെ ചെയ്യാൻ പോകാൻ പറ്റി. കഴിഞ്ഞ സെപ്റ്റംബറിൽ പോയത് കറങ്ങാനൊക്കെ. അപ്പൊ അവിടെ നാസയിലുണ്ട് പല മ്യൂസിയങ്ങളും, നാസയുടെ കീഴിൽ പല സ്ഥലങ്ങളായിട്ട് ഇന്ത്യയിലെ മ്യൂസിയങ്ങൾ. അവിടെ റൈറ്റ് സഹോദരന്മാരുടെ ഫ്ലൈറ്റിന്റെ ഒരുപാട് മോഡലുകൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട്, അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് ഫ്ലൈറ്റ് തുടങ്ങിയ റൈറ്റ് സഹോദരന്മാരെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അവര് പറഞ്ഞ ആ സാധനങ്ങൾ ഉൾപ്പെടെ അതിന്റെ സ്റ്റേജസ് ഇങ്ങനെ എല്ലാം എക്സിബിറ്റ് ചെയ്ത് നല്ല കാര്യം നമുക്ക് പഠിക്കാനുള്ളവർക്കാണ്. ആലോചിച്ചു. അപ്പൊ ഇതൊക്കെ കണ്ടാൽ കണ്ടോ, വിമാനം മനുഷ്യനല്ലേ, മനുഷ്യന്റെ കഴിവല്ലേ എന്നൊക്കെ തോന്നാം. ഒരു മണ്ണാങ്കട്ടയല്ല. മനുഷ്യന് തലച്ചോറ് തന്ന അള്ളാഹുവാണെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ മരങ്ങളൊക്കെ എവിടുന്നാ വന്നത്? ഇടതൂർന്ന വനങ്ങളും മരങ്ങളും ഒക്കെ ഞാനാണ് നിങ്ങൾക്ക് തന്നതെന്ന് പലർക്കും ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കാതെ അതിന്റെ തടികളൊക്കെ ഉണ്ടാവും. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു ചെമ്പിന്റെ ഉപയോഗം കൊടുത്തു. ചെമ്പ് കൊണ്ട് അത് പിന്നെ പാത്രങ്ങളാക്കാനും ഉപകരണങ്ങളാക്കാനും ഒക്കെ പഠിപ്പിച്ചു. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ഇരുമ്പ് ഉരുക്കി പല സാധനങ്ങൾ, അന്ന് മുതൽ ഇരുമ്പിന്റെ ഉപയോഗം. അപ്പൊ ഇരുമ്പ് ഇതെല്ലാം ഉരുക്കി എല്ലാം ചെയ്യാനുള്ള വിദ്യകളൊക്കെ ആരാ നമ്മൾ പഠിച്ചത്? അള്ളാഹു തന്നിരിക്കണം. ദൈവം പ്രപഞ്ചനാഥൻ. ഇതൊന്നും മനസ്സിലാക്കാതെ നാസയിൽ തന്നെ വേറൊരു സ്ഥലത്ത് ഈ ആദ്യമായിട്ട് ചന്ദ്രനിൽ പോയ ആ പേടകത്തെ അതേപടി കേടുപറ്റിയ പേടകം തിരിച്ചറിഞ്ഞ് വെള്ളത്തിലാണ് അതവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്, പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും മനുഷ്യൻ കണ്ടുപിടിച്ചത് അല്ല, അള്ളാഹു നമുക്ക് തന്ന അറിവിൽ നിന്ന് നമ്മളെടുത്ത് ഈ പേടകം ഉണ്ടാക്കി അവിടെ വെച്ചു. പടച്ചവന്റെ ഖുർആനിൽ പറയുന്നില്ല, അപ്പൊ ആകാശത്തേക്ക് കയറി പോകുന്നത് ഞാൻ അറിഞ്ഞിട്ടാണെന്ന് ഖുർആനിൽ പറഞ്ഞു. ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന എല്ലാം ഞാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഭൂമിയുടെ അടിയിലേക്ക് പോകുന്നത് ഞാൻ അറിഞ്ഞു. ഭൂമിയുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്നത് ഞാൻ അറിയുന്നു. ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് പറയുന്നു, ഇതൊക്കെ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തമില്ലേ എന്ന് അള്ളാഹു ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു. അപ്പൊ സയൻസ് ടെക്നോളജി പഠിക്കുന്നവർ ഈ മൂലയൊക്കെ പഠിച്ചാൽ പോരാ, ഈ രീതിയിൽ പഠിക്കണം. ജിയോളജിസ്റ്റിനോട് ചോദിച്ചാൽ അറിയാം, ജിയോളജി പഠിക്കുന്നവരുണ്ടെങ്കിൽ അറിയാം, ജിയോളജിസ്റ്റോട് ചോദിച്ചാൽ അറിയാം. എന്താ? ഭൂമിയില് പല പല തട്ടുകളുണ്ട്. ഖുർആനിൽ പറയുന്നുണ്ട്, പരസ്പരം മുട്ടിയുരുമി കിടക്കുന്ന തട്ടുകളോടുകൂടിയാണ് ഞാൻ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ജിയോളജിയിൽ എന്താ പറയുന്നത്? മാൻ ഇൻ ദ ക്രസ്റ്റ് ആൻഡ് മൂന്നായിട്ട് ഇങ്ങനെയാണ് ജിയോളജി പറയുന്നത്. അപ്പൊ ഏത് സയൻസാണ് നമ്മുടെ കയ്യിലുള്ളത്? നമ്മളെവിടുന്ന സയൻസ് കൊടുക്കുന്നത്? ഇതെല്ലാം സർവസൃഷ്ട അള്ളാഹു നമുക്ക് തന്നത്. അപ്പൊ അങ്ങനെ വേണം നാം എല്ലാ സയൻസിനെ അപ്രോച്ച് ചെയ്യാൻ. വിമാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. റൈറ്റ് സഹോദരന്മാരാണ് വിമാനം ആദ്യമായിട്ട് പറഞ്ഞതെന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടില്ല. പക്ഷേ അതിനേക്കാൾ മുമ്പ് 7-ാം നൂറ്റാണ്ടിൽ വേറൊരു മനുഷ്യൻ വിമാനം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം. ഇബ്നു അബ്ബാസ് ഫറാസ്, അങ്ങനെ എന്താണ് പേര്, കറക്റ്റ് ആണല്ല ഏകദേശം. അദ്ദേഹം ഒരു യമനി എഞ്ചിനീയറാണ്. അദ്ദേഹത്തിന് ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയ ഒരു അന്നത്തെ എഞ്ചിനീയറാണ്. അപ്പൊ അദ്ദേഹം ഈ പക്ഷികൾ പറക്കുപോലെ പറക്കണമെന്നൊക്കെ തോന്നിയിട്ട് പല വിദ്യകളും നടത്തിയ അവസാനം കുറെ പക്ഷി തൂവലുകളും ഒക്കെ സംഘടിപ്പിച്ച്, പിന്നെ ചിറകിന് വേണ്ടി തടിക്കഷ്ണങ്ങളും അല്ലാത്ത ഇരുമ്പൊക്കെ ഉപയോഗിച്ച് ചിറകുണ്ടാക്കി ഒരു ക്ലിഫിന്റെ മുകളിൽ നിന്നിട്ട് ഒരു മലയുടെ മുകളിൽ കയറി താഴോട്ട് പറഞ്ഞു. വിമാനത്തിന്റെ ഒരു പറക്കാനായിട്ട് പക്ഷികൾ പറക്കുമ്പോൾ
അപ്പൊ പക്ഷികൾ പറക്കും പോലെ പറക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. 10 മിനിറ്റോളം ആകാശത്ത് ഇങ്ങനെ ചിറകടിച്ചൊക്കെ നിൽക്കാൻ പറ്റി. പിന്നീട് വന്ന് മൂക്കിൽ കുത്തി വീണു, പരിക്കൊക്കെ പറ്റി. അദ്ദേഹത്തിന് അപ്പോൾ 60 വയസ്സിലേറെ ഉണ്ടെന്ന് മനസ്സിലാക്കും. അതുവരെ പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയൊരു മനുഷ്യനാണ്. പക്ഷെ അങ്ങനെ വീണെങ്കിലും അതിന് ശേഷമായിട്ട് മനസ്സിലായി ചിറക് മാത്രം പോലെ അതിന്റെ വാലും മറ്റ് പ്രവർത്തനങ്ങളൊക്കെ പക്ഷിയെ പോലെ വേണം എന്ന് അയാള് ആർട്ടിക്കൽ എഴുതുകയൊക്കെ ചെയ്ത് അത് ഇന്നും മോഡേൺ എയർക്രാഫ്റ്റ് മാനേജ്മെന്റിന് പഠിക്കാനുള്ള ഒരു സംഭവമാണ്. ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ സയൻസും ടെക്നോളജിയൊക്കെ അതാണ് എല്ലാം എന്ന് പറഞ്ഞ് നമ്മുടെ പുതിയ തലമുറ അങ്ങോട്ടൊന്നും പോരുത്. കാരണം ഇതെല്ലാം പ്രപഞ്ച സൃഷ്ടാവ് നമുക്ക് തന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് എടുത്തതാണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് മുമ്പോട്ട്. പിന്നെ എല്ലാവരെയും മോട്ടിവേഷൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ അങ്ങ് ആവാം എന്ന് കരുതരുത്. നമുക്ക് പറ്റുന്ന ശ്രമിക്കുക. ഞാൻ ചെറുപ്പക്കാരോട് പറയുന്ന ചെറിയ മക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ശ്രമിച്ചാലും വേറൊരാളിനെ പോലെ ആവണമെന്നില്ല. അതുകൊണ്ട് എന്ത് വേണം? വേറൊരാളിനെ കണ്ടിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കരുത്. വേറൊരാളെ കണ്ട് മക്കളെ അതുപോലെ ആവാൻ മറ്റുള്ളവർ പ്രേരിപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. അതിന് പകരം ഒരാളിന് പറ്റുന്നതായി പഠിക്കട്ടെ. പക്ഷെ എന്തെങ്കിലും ചെയ്യണം, പഠിച്ചേ പറ്റൂ. ഏതെങ്കിലും സബ്ജക്ട് പഠിച്ചേ പറ്റൂ. പഠിക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്നത് പഠിക്കുക, സമയം വെറുതെ കളയാതിരിക്കുക. എന്നിട്ട് ഏത് മതത്തിലുള്ള ആളായാലും ശരി, പ്രാർത്ഥന വേണം. ജഗദീശ്വരനോട് പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ മാത്രമല്ല ഇതെല്ലാം. എല്ലാ മനുഷ്യനും ഒരുപോലെ സൃഷ്ടാവ് വാരിക്കോരി കൊടുത്തു എന്ന് വരില്ല. ഖുർആൻ വായിക്കുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരാളിന്റെ ഉയർച്ച കണ്ടാൽ നിങ്ങളുടെ പുരുകം ഉയർത്തി ഇങ്ങനെ അസൂയ രീതിയിൽ നോക്കരുത്. ഖുർആൻ വചനമാണ്. ഇത് വായിച്ചു നോക്കൂ. എന്തുകൊണ്ട് നോക്കരുത്? കാരണം ചില ആളുകൾക്ക് അല്ലാഹു പറയുന്നു വാരി കോരി കൊടുക്കും. ചില ആൾക്കാർക്ക് കഥ പരിമിതമാക്കി കൊടുക്കും. രണ്ടും എന്തിനു വേണ്ടിയാണെന്ന് അറിയുമോ? അവരെ പരീക്ഷിക്കാൻ. ധാരാളം തരപ്പോ ഇപ്പൊ ഫസ്റ്റ് റാങ്ക് കിട്ടി, MBBS അഡ്മിഷൻ കിട്ടി, അവരെ മറക്കുന്നുവോ? അള്ളാഹുവിനെ മറക്കുന്നുവോ? മനുഷ്യനെ മറക്കുന്നുവോ? അവർ അഹങ്കരിക്കുന്നുവോ? മറ്റുള്ളവരെ ഉച്ചത്തിൽ കാണുന്നുവോ? ഇതൊക്കെ അറിയാൻ വേണ്ടി പരീക്ഷണമാണ്. ചുരുക്കി ചിലർക്ക് കൊടുക്കുക. ചിലർ പറയും, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടുന്നില്ല. നിങ്ങൾ കഷ്ടപ്പെടുക, കിട്ടുന്ന വായിക്കാൻ സമാധാനത്തിൽ ജീവിക്കണം. പക്ഷെ നിങ്ങൾ കഷ്ടപ്പെട്ടിരിക്കണം. അധ്വാനിക്കേണ്ട സമയത്ത് അധ്വാനിച്ചിരിക്കാൻ. എല്ലാവർക്കും ഒരുപോലെ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഏതെങ്കിലും കിട്ടുന്ന ആളുകളെ കാണുമ്പോൾ നിങ്ങൾക്ക് അസൂയയ്ക്ക് പകരം ആശങ്ക വേണമെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരാളിന് കൂടുതൽ കിട്ടുന്നത് നിങ്ങൾ കണ്ടാൽ അസൂയല്ല നിങ്ങൾക്ക് തോന്നേണ്ടത്, പിന്നെ ആശങ്ക തോന്നണം. അയ്യോ പാവം, ഒരുപാടൊക്കെ കിട്ടി, അദ്ദേഹം ഇതുകൊണ്ട് അനാവശ്യമായിട്ട് ജീവിച്ചു പോകുമോ? അയാളുടെ നീതി ബോധം ഇല്ലാതെ പോകുമോ? മനുഷ്യത്വം ഇല്ലാതെ പോകുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആശങ്കപ്പെടാം. ഏതുപോലെ ആദ്യത്തെ ഖലീഫ നമുക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ആദ്യത്തെ ഖലീഫ ആരായിരുന്നു? ആദ്യത്തെ ഖലീഫ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ്, സത്യസന്ധൻ. സിദ്ദീഖിന്റെ അർത്ഥം സത്യസന്ധൻ. അദ്ദേഹത്തിനാണ് ആ പദവി വെച്ച് നീട്ടിയത്. അപ്പൊ മക്ക പ്രോവിൻസിൽ പലതും ഒരുമിച്ച് ചേർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ വലിയ രാജ്യമായി വരുന്നു. ആ സമയത്താണ് അവിടുത്തെ ഖലീഫയായിട്ട് നിയമിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനുണ്ടായ ആശങ്കയാണ്. എന്താണ് ആശങ്ക? അയ്യോ, എനിക്ക് സ്ഥാനമോ, ഞാനൊരു അധികാരിയാവുന്നു, ഒരു ലീഡറാവുന്നു, ഒരു ഭരണാധികാരിയാവുന്നു, ഇത്രയും നാളെ എനിക്ക് അത്രത്തോളം ഉത്തരവാദിത്വമില്ല. ഇനി എന്റെ ഭരണത്തിൽ, എന്റെ നീതി നിർവഹണത്തിൽ എന്തെങ്കിലും അപാകത വന്നു പോയാൽ എന്തായിരിക്കും? അദ്ദേഹത്തിന് ആശങ്കയാണ് ഒരു സ്ഥാനം കിട്ടാൻ. ഇന്നത്തെ നേതാക്കന്മാരാണെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കൂ. അധികാരം കിട്ടുന്നത് മാത്രമല്ല, കിട്ടാൻ വേണ്ടിയുള്ള നെട്ടോട്ടം നിങ്ങൾക്കറിയാമല്ലോ.
അപ്പൊ അത് വേണം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു മനുഷ്യനും വേറൊരാളെക്കാളും ചെറുതുമല്ല വലുതുമല്ല. നിങ്ങളുടെ വേഷഭൂഷാദികളിലോ നിങ്ങളുടെ മണിമാളികളിലോ കാറിന്റെ വലിപ്പത്തിലോ ഒന്നുമല്ല അള്ളാഹു നോക്കുന്നത്. പിന്നെയോ നിങ്ങളുടെ ഹൃദയത്തിലാണ്, നിങ്ങളുടെ തഖ്വയാണ്. നിങ്ങൾ സമ്പത്തൊന്നും നേടണമെന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ നേടിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷേ നേടിയാൽ യു ഹാവ് ടു ഫോളോ സിറാത്തുൽ മുസ്തഖീം. എന്താ സിറാത്തുൽ മുസ്തഖീം? നമ്മള് സൂറത്തുൽ ഫാത്തിഹയില് 17 പ്രാവശ്യം പിന്നെ നമസ്കരിക്കുമ്പോ പറയുന്നതാണ്. പിന്നെ സുന്നത്ത് വേറെ. അല്ലാഹുവേ, നീ ഞങ്ങളെ നേരായ മാർഗത്തിൽ നയിക്കണമേ. നേരായ മാർഗത്തിൽ. ആദ്യം വ്യതിരിച്ചു നോക്കുമ്പോഴാണ് കുഴപ്പം. നേരായ മാർഗത്തിൽ ജീവിച്ചാൽ നിങ്ങൾ എത്ര സമ്പാദിച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് സമ്പാദിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ എന്ത് വേണം? സിറാത്തുൽ മുസ്തഖീമുള്ള ആൾ എന്താ ചെയ്യുക? നമസ്കരിക്കും, വിശ്വസിക്കും, നമസ്കരിക്കണം, നോമ്പ് പിടിക്കണം. പിന്നെന്താ ചെയ്യേണ്ടത്? ഇതൊന്നും വലിയ ചെലവില്ലാത്ത കാര്യമാണ്. നോമ്പ് ഉറക്കൊക്കെ നമുക്ക് നന്നായിട്ട് കഴിക്കാം. പക്ഷേ സക്കാത്ത് കൊടുക്കണം. 2% കൃത്യമായിട്ട്, ഒരു കുറവും വരാതെ നമ്മുടെ സമ്പത്ത് എത്ര ഇട്ടക്കും കൊടുക്കണം. ആ സമ്പത്തിന്റെ 2.5% നാം കണക്കാക്കി കൊടുക്കുമ്പോഴേ നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിലാവൂ. എന്നെ നേരായ മാർഗത്തിൽ നയിക്കണമേ. നമ്മൾ ഹൈവേയിലൂടെ നടന്നു പോയിട്ട്, പക്ഷെ സക്കാത്ത് കൊടുക്കാതിരിക്കാൻ നേരത്തെ എന്ത് ചെയ്യും? ഇട റോഡിൽ നിന്ന് ഇങ്ങോട്ട് പിശാച് വരും. എല്ലാ റോഡിലും നല്ല അലങ്കാരമുള്ള പിശാചെന്ന് പറയും, ഈ സക്കാത്ത് കൊടുക്കണം, നിന്റെ അധ്വാനമല്ല, നീ കൊടുക്കേണ്ടത്, നീ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുതരും. അവിടെ തീർന്നു സിറാത്തുൽ മുസ്തഖീം. നമ്മൾ ആ വഴിയെ പിന്നെ പോകാൻ ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് എന്തും നേടാം. നേടാതിരിക്കുന്നത് ഒരു കുറ്റവുമാണ്. പറ്റുന്നത് നിങ്ങൾക്ക് നേടിയാൽ മതി. പക്ഷെ എപ്പോഴാണ് നിങ്ങൾ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ ദുബായിൽ ചെന്നപ്പോ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്നതാണോ, പല രാജ്യങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. ദുബായിൽ ഇടയ്ക്കിടയ്ക്ക് പോകും. നാളെ നാളെ വൈകുന്നേരം സമിതി എയർപോർട്ടിലായിരിക്കും. നാളെ ഞാൻ ദുബായിക്ക് പോകും. ഇടയ്ക്കിടയ്ക്ക് പേഷ്യൻസും ക്ലയൻസും ഈ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ എന്നെ വിളിക്കാറുണ്ട്. എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോഴോ ആവശ്യം വരുമ്പോഴൊക്കെ അവരെല്ലാം ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ എന്നെ അങ്ങോട്ട് വിളിക്കും. അപ്പൊ നാളെ ഞാൻ 2 ആഴ്ച അവിടെ നിന്ന് വരും. 10 ദിവസം 2 ആഴ്ച. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം അതുപോലെ പോയപ്പോ എന്റെ ഒരു സുഹൃത്ത്, ഒരു ലേഡി, ഒരു സ്ത്രീയാണ്, ഒരു കമ്പനിയുടെ വൈസ് ചെയർമാൻ. അവരെന്നോട് ചോദിച്ചു, ഡോക്ടറെ മറ്റന്നാൾ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ആ ഇന്റർവ്യൂ ബോർഡിൽ ഒന്ന് സഹായിക്കാമോ? കുറെ കാൻഡിഡേറ്റ്സിനെ എടുക്കണം. അവരുടെ കമ്പനിയിൽ, വലിയൊരു കമ്പനിയാണ്, ആ കമ്പനിയിൽ കുറെ എംപ്ലോയീസിനെ എടുക്കണം. അപ്പൊ ഡോക്ടറുടെ ഞാൻ ഈ PSC-യിലൊക്കെ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളെന്ന് നമുക്കറിയാം. ഇന്റർവ്യൂ ബോർഡ് മാത്രമല്ല, സിവിൽ സർവീസിന് പഠിക്കുന്ന പല ആൾക്കാർക്കും ഗൈഡൻസ് കൊടുക്കുന്ന ആളാണ്. IMG-യില് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിന്റെ PMG-യിലുള്ള IMG-യില് IAS IPS-നൊക്കെ പഠിപ്പിക്കുന്നവർക്ക് ഞാൻ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിയാണ്. ഇപ്പോഴും പലരും എൻ്റെ അടുത്ത് വരും, ഇന്റർവ്യൂ എങ്ങനെ ഫേസ് ചെയ്യണം, ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ എങ്ങനെ എന്തൊക്കെ പറയണം, അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യാറ്. അപ്പൊ നമ്മുടെ ഈ വൈസ് ചെയർമാൻ 4 വർഷത്തെ കോഴ്സ് BTech വേറെ തമിഴ്നാട്ടിലെ കോളേജിൽ ചേർന്നു. ആദ്യം പറഞ്ഞ ആള് 4 വർഷം കൊണ്ട് നല്ല രീതിയിൽ എഞ്ചിനീയറിംഗ് പാസ്സായി. 4ാമത്തെ വർഷം ക്യാമ്പസ് സെലക്ഷൻ കിട്ടി, കമ്പനിയിൽ സെലക്ഷനാണ്. നമ്മുടെ ഈ വൈസ് ചെയർമാൻ 4 വർഷം കൊണ്ട് BTech എഴുതിയെടുക്കാൻ പറ്റിയില്ല. കാരണം അത്ര പിള്ളേരൊന്നും അല്ല. പിന്നെ 5 വർഷം കൊണ്ട് BTech ഡിഗ്രി കയ്യിൽ. പിന്നെ കല്യാണം പലതൊക്കെ ചെയ്തു. എന്നിട്ട് ഗൾഫിൽ പോയി. ആരുടെയൊക്കെ സഹായം ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഒരു കമ്പനിയെ ചെന്ന് പിടിച്ചു പറ്റി വേറൊരാളുടെ സഹായത്തിന് കമ്പനി വിലയ്ക്ക് വാങ്ങി. പിന്നെ അതിനെ എക്സ്പാൻഡ് ചെയ്യും. ഞാൻ ഇത്രയും പറയുമ്പോൾ ഒരുപാട് പ്രോസസ്സുകളുടെ പിന്നിലുണ്ട്. ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ, വിദേശികളും സ്വദേശികളും പല രാജ്യത്തുള്ള പലരും ആയിട്ട് ഉള്ള ഒരു കമ്പനിയുടെ വൈസ് ചെയർമാൻ ആലോചിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞെന്താ, സ്കൂളിൽ ഒരു പക്ഷേ നിങ്ങൾ പിന്നോട്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കണം. വേറെ ആരെയും നോക്കി പഠിക്കണം. നിങ്ങൾക്ക് പറ്റുന്ന ശ്രമിക്കുക. ഞാൻ എന്തെങ്കിലും രീതിയിൽ പിടിച്ചു നിൽക്കും എന്നുള്ളൊരു തോന്നലുണ്ടാക്കി
മക്കളോട് ഞാൻ പറയുന്നു, വേറെ മക്കളോട് മാത്രമല്ല പാരന്റ്സിനോട് പറയുന്നു, വേറെ ഒരു കുട്ടിയുടെ മാർക്ക് നോക്കി നിങ്ങൾ പഠിക്കരുത്. നിങ്ങളുടെ കുട്ടികളെ ചൂണ്ടിക്കാണിക്കുക. മറ്റു കുട്ടികളുമായിട്ടൊരു താരതമ്യം വേണ്ട. ഏതുപോലെ നമ്മളൊരു ഹൈവേയിലൊരു വണ്ടി എടുത്ത് ഇറങ്ങിയാൽ ഒരുപാട് വാഹനങ്ങൾ മുമ്പോട്ട് പോകും. നമ്മുടെ എല്ലാ വാഹനത്തിനെയും നമ്മൾ മറികടന്ന് പോകാറുണ്ട്, ശരിയല്ലേ? നമുക്കൊരു ലക്ഷ്യസ്ഥാനം ഉണ്ടാവും, നമുക്കൊരു ലക്ഷ്യമുണ്ട്, അതിലൂടെ നമുക്ക് സ്ഥലമുള്ളിടത്തൂടെ നമ്മൾ വണ്ടി ഓടിച്ചു പോകണം. അതുപോലെ വേറെ ഒരാളെ നോക്കി നിങ്ങൾ തളരുകയോ ഓടുകയോ ചെയ്യരുത്. അവരാരെത്ര മാർക്ക് വാങ്ങിച്ചോട്ടെ, ഇനി വേറെ ആൾ കുറച്ചേ വാങ്ങിച്ചോളൂ, അത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നിങ്ങൾക്ക് പറ്റുന്ന ശ്രമിക്കുക ഈ പ്രായത്തിൽ. അതുപോലെ ഒരുപാട് മനസ്സിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇറോസ് ആൻഡ് തനാറ്റോസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് മൈൻഡും ഉണ്ട്, നെഗറ്റീവ് മൈൻഡും ഉണ്ട്. പോസിറ്റീവ് മനസ്സിന്റെ പ്രവർത്തനം പലപ്പോഴും വീക്കാണ്. നെഗറ്റീവ് മനസ്സിന്റെ പ്രവർത്തനം ഭയങ്കര ശക്തിയുള്ളതാണ്. ഇസ്ലാമിക രീതിയിൽ പറഞ്ഞാൽ ഒന്ന് പൈശാചികവും ഒന്ന് ദൈവികമാണ്. ദൈവികമായിട്ടുള്ളത് കുറവും മറ്റൊന്ന് കൂടുതലുമാണ്. കാരണം നമ്മുടെ ചുറ്റും മാടി പിടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാതിരിക്കാനുള്ള മനസ്സായിരിക്കും കൂടുതൽ വരിക. ഇപ്പോഴത്തേക്ക് വേണ്ട, നാളെ പഠിക്കാൻ വയ്യ, ഒരുപാടുണ്ട്, ഇങ്ങനെയൊക്കെ തോന്നാം. അത് നെഗറ്റീവ് മനസ്സാണ്. ശരി, എത്ര ഉണ്ടെങ്കിലും എനിക്ക് പറ്റുന്നത് എന്ത് ഞാൻ പഠിക്കും, അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. നാളെ പഠിക്കാം എന്ന് മനസ്സ് പറയുന്ന കുട്ടി ചോദിക്കുക, നാളെ ഇതേ മനസ്സാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോഴും പിന്നെ മാറ്റിവെക്കട്ടെ. മാത്രമല്ല, ഇത് മാറ്റി വയ്ക്കണമെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള എന്തെങ്കിലും ഞാൻ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ മാറ്റി വയ്ക്കില്ല. അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. അങ്ങനെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് പഠിത്തം നിർത്തിയിട്ട് കിച്ചണിലോ വീട്ടിലോ ഒക്കെ വന്ന് മറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാതാവിനെ സഹായിക്കുക, പിതാവിനെ സഹായിക്കുക. അങ്ങനെ ചെയ്യുന്ന മറ്റ് കാര്യങ്ങളും കൂടെ ചെയ്ത് വളരുന്ന കുട്ടികൾ ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞ വൈസ് ചെയർമാൻ പോലെ ആയിരിക്കും. ജീവിതത്തിലാണ് അത് വിജയിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ മാർക്ക് മാത്രം വാങ്ങിച്ച് വിജയിക്കുക അല്ല ശരി. ജീവിതത്തില് നിങ്ങൾ എവിടെ കൊണ്ട് നിർത്തിയാലും എവിടെ കൊണ്ട് ഇട്ടാലും എന്നാലും ശരി, നിങ്ങൾ വലിയ വ്യത്യാസമൊന്നും കാണി പിടിച്ചു നിൽക്കണം. ഏതുപോലെ ടെട്രോപോഡ് കേട്ടിട്ടുണ്ട്. ടെട്രോപോഡ് കുട്ടി ആൾക്കാരെ കൈമുട്ടിയ മക്കൾക്ക് എത്ര ടെട്രോപോഡ്, വെരി ഗുഡ്. കാരണം ഈ ഭാഗത്ത് ടെട്രോപോഡ് ഒരുപാടുണ്ട് അല്ലേ? ടെട്രോപോഡ് എന്ന് പറയുമ്പോ ഈ കടലിലെ വെള്ളം തിരയടിച്ച് കര എടുക്കാതിരിക്കാൻ വേണ്ടി ഒരു ഭിത്തി കിട്ടുമല്ലോ. മുമ്പ് പാറ കഷ്ണങ്ങളായിരുന്നു. എഞ്ചിനീയേഴ്സിനെ കൂടെ പലരും അവർക്കറിയാം. ഇന്ന് പാറയ്ക്ക് പകരം ഈ ടെട്രോപോഡ് 4 കാലുള്ള ഒരു കോൺക്രീറ്റ് നിർമ്മിതിയുണ്ട്. അത് ഇങ്ങനെ കൊണ്ട് കൂട്ടിയിട്ട് അതിന്റെ ഉദ്ദേശം എന്താ? തിര വന്ന് അടിച്ചാലും ശരി, ഇങ്ങനെ പറഞ്ഞാലും ശരി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോലെ. അവിടെ എവിടെയെങ്കിലും അല്പസ്വല്പം മാറ്റം വന്നാൽ അവിടെ തന്നെ കിടക്കും. അതുപോലെ ആയിരിക്കണം ഓരോ മക്കളും പഠിക്കേണ്ടത്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പിടിച്ചു നിൽക്കും. മറ്റ് സ്വാധീനങ്ങൾ ഉണ്ടാവാം ഈ പ്രായത്തിൽ. ഏതെങ്കിലും ഒരു പയ്യൻ വന്ന് പറയും, ഇച്ചിരി കഞ്ചാവിന്റെ മയക്കുമരുന്നുണ്ട്, അത് നീ കഴിച്ചു, അയ്യോ എനിക്ക് നീ ഒരു ദിവസം ഒരു പ്രാവശ്യം നോക്കാൻ പറഞ്ഞുകൊണ്ട് അത് പിശാചാകുന്ന തിരമാലയാണ്. നിങ്ങൾ നല്ല ടെട്രോപോഡുള്ള ആളാണെങ്കിലോ എനിക്കിപ്പോ വേണ്ട, എനിക്ക് അതിന്റെ ആവശ്യം. നീ ഒന്ന് നോക്ക്. എടാ, എന്ത് നോക്കാൻ? അത് ലഹരിയുള്ള സാധനം കൊണ്ട് പ്രത്യേകിച്ച് നോക്കാനൊന്നും ഇല്ല, ഒഴിവാക്കാനോ. അതുപോലെ ചിലപ്പോ പറയുന്നത്, എടീ നിന്നെ മറ്റേ പയ്യനെ കുറെ ദിവസം ഭയങ്കര ഇഷ്ടമെന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. ഒരു പെണ്ണിനോട് വേറൊരു കുട്ടി പറയുക, നിന്നെ വേറൊരു പയ്യനെ ഇഷ്ടമാണെന്ന് അവൻ എന്നോട് പറഞ്ഞേക്കും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് പല പെൺകുട്ടികൾക്കും കൊള്ളാതെ എന്തായാലും ശരി, എന്നെ ഇഷ്ടപ്പെട്ട ഒരാളുടെ ഉമ്മ ഇന്നലെ പറഞ്ഞു നിന്നെ ഒത്തിരി കൊള്ളൂല, അവൻ എന്നെ ഇഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നല്ലതല്ലേന്ന് പറഞ്ഞത്. എന്നാൽ പിന്നെ ഒരു കണക്ഷൻ ആവാന്ന് വിചാരിച്ചു. അത് നേരത്തെ പറഞ്ഞതുപോലെ കഞ്ചാവിനെക്കാളും MDMA-ക്കാളും ഭയങ്കര ലഹരിയാണ്, കുഴപ്പമുള്ളതാണ്, ഇഷ്ടമാണ്. പിശാചാണ് അവിടെ. ഞാൻ പറഞ്ഞതിന്റെ നെഗറ്റീവ് മനസ്സാണ്. പെട്ടെന്ന് സന്തോഷം കിട്ടുന്ന പല കാര്യങ്ങളുണ്ട്. കഞ്ചാവ് പെട്ടെന്ന് സന്തോഷം കിട്ടും, മൊബൈൽ ഫോൺ പെട്ടെന്ന് സന്തോഷം കിട്ടും.
പ്രണയ പ്രോം ഇന്നലത്തെ എഴുതുന്നത് സ്കൂളിൽ ചെന്നപ്പോ പ്രേമത്തെ കുറിച്ച് എഴുതുമ്പോ പ്രോമോ എന്നായിരുന്നു മലയാളത്തിൽ. സ്പെല്ലിംഗ് പോലും അറിയാത്തവരാണ് പ്രേമിക്കുന്നത്. അപ്പൊ ഈ പ്രേമം ഇതെല്ലാം പെട്ടെന്ന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ജീവിതത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടെ. പെട്ടെന്ന് സന്തോഷം കിട്ടുന്ന ഏത് വന്നാലും പെട്ടെന്ന് എന്താ വന്നാൽ നിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അവൻ ഒന്നാമത്തെ കുഴപ്പക്കാരനെന്ന് മനസ്സിലാക്കും. കാരണം നാണോ മാനോ ഒന്നും ഇല്ലാത്തവന്മാരെ പെട്ടെന്ന് ഒന്ന് പറയുള്ളൂ. അതിൽ പെൺകുട്ടികളെന്ന് പറയും. ഇന്നത്തെ പെൺകുട്ടികളുണ്ട്. അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടി ആദ്യം അവൾ ഒരിക്കലും യോഗ്യതയില്ല എന്ന് മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെയുള്ള പെട്ടെന്ന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളെ ഒന്ന് നിയന്ത്രിക്കാൻ നിങ്ങൾ പഠിച്ചാൽ മുമ്പോട്ട് നിങ്ങൾ പോയാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള മനസ്സ് കണ്ടറിഞ്ഞ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാം. ഇനി പലതും പറയാൻ ഞാൻ ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. തൽക്കാലം ഒരുപാട് മറ്റ് വിശിഷ്ടാതികളുണ്ട്, അവർക്ക് സംസാരിക്കണം. നിങ്ങൾ ക്ഷമയോടെ കാര്യങ്ങൾ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ക്ഷമിക്കാതെ കേട്ടിരുന്നവർക്കും ഇരട്ടി നന്ദി. എന്നെ ഇഷ്ടമില്ലാത്തവർക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.